ഹലോ വെൽക്കം ബാക്ക് ടു ലലൂസ് കിച്ചൺ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ടപ്പോളയാണ് കേട്ടോ. എഗ് പോള. അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മുട്ടപ്പോള ഭയങ്കര ടേസ്റ്റുള്ള സംഭവമാണ്. അപ്പം അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. ആദ്യം തന്നെ ഒരു ചട്ടി ചൂടാൻ വെച്ചിട്ട് അതിലോട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടപ്പോളയുടെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യാനുള്ള സംഭവങ്ങൾ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ഞാനിപ്പോൾ ഒരു 2 സവാള, ഒരു മീഡിയം വലുപ്പത്തിലുള്ള 2 സവാള എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിൻ്റെ ആ ഒരു സവാള ഇങ്ങനെ കടിക്കുന്ന രൂപത്തിലാവരുത്. അതായത് നല്ല ഒരു റെഡിഷ് കളറാവുന്ന വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനിയും കുറച്ച് കഴിഞ്ഞിട്ട് ഉപ്പ് നോക്കിയിട്ട് ചേർക്കേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ സവാള വാടാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് അടുത്തതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് പച്ചമുളകാണ്. പച്ചമുളക് ഞാനൊരു 4 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. അധികം എരിവൊന്നും വേണ്ട മുട്ടപ്പോളയ്ക്ക്. മുട്ടപ്പോള നമ്മളിങ്ങനെ സ്നാക്സ് പോലെ നമ്മൾ ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൽ ഭയങ്കര എരിവൊന്നും പാടില്ല. അതുകൊണ്ടൊരു 4 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു ടേബിൾ സ്പൂൺ, ഒരു 1.5 ടേബിൾ സ്പൂൺ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും നമ്മൾ ചതച്ചിട്ട് ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടുമ്പോൾ നമുക്കിതിലോട്ട് ചേർക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് പൗഡേഴ്സാണ് നമുക്കിനി ചേർക്കാനുള്ളത് കേട്ടോ. വലിയ മസാലയായിട്ടുള്ള ഒരു സംഭവമൊന്നും നമുക്കിതിൽ വേണ്ട. സിമ്പിളായിട്ടുള്ളത് മതി. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പൗഡേഴ്സ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് മുളക് പൊടി, അതും ഒരു 1/2 അല്ലെങ്കിൽ 1/4 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ മാത്രം 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കളറൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് രണ്ടും ചേർത്തു. ഇനി നമുക്ക് കുറച്ച് ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കാം. അതും ഒരു 1/4 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടിയും നമുക്ക് അധികം വേണ്ട, അധികമായി കഴിഞ്ഞാൽ ഇത് കനയ്ക്കും. അപ്പോൾ അധികം വേണ്ട, കുറച്ച് മതി. പിന്നെ നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി അതിൻ്റെ മേലെ വെതറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 2 മുട്ടയാണ് കേട്ടോ. മുട്ട നമ്മൾ മിക്സിയിൽ പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ്. 2 മുട്ട മാത്രം എടുത്താൽ മതി. നമുക്ക് അത്യാവശ്യം ഒരു എമൗണ്ട് കിട്ടും 2 മുട്ട എടുത്തു കഴിഞ്ഞാൽ കേട്ടോ. പിന്നെ അതിലോട്ട് നമുക്ക് ചേർക്കാനുള്ളതെന്ന് വെച്ചാൽ കുറച്ച് മൈദപ്പൊടിയാണ്. ഞാനിവിടെ മൈദപ്പൊടി എടുക്കുന്ന ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ്, അതായത് നിങ്ങളിപ്പോൾ എടുക്കുമ്പോൾ ഒരു എന്താ പറയുക, വീട്ടിലുള്ള ഏറ്റവും ഒരു ചെറിയ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്തു കേട്ടോ. അളവ് എനിക്ക് പറയാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ ഒരു നാഴി ഗ്ലാസ്സിലാണ് ഞാനിപ്പോൾ പാല് ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് ഉപ്പാണ്. ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ചേർക്കാനുള്ളത് എന്താ വെച്ചാൽ ഓയിലാണ് കേട്ടോ. സൺഫ്ലവർ ഓയിലോ ഗോൾഡ് വിന്നറോ ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചേർക്കരുത്, ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് വേറൊരു സാധനം കൂടി ഉണ്ട്. 2 വെളുത്തുള്ളിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അതൊന്ന് അരച്ചെടുക്കാം. അതിന് ശേഷം ഒരു ചട്ടിയിൽ നമ്മൾ നെയ്യ് പുരട്ടിയതിന് ശേഷം, നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ അങ്ങനെ എന്തെങ്കിലും പുരട്ടിയതിന് ശേഷം നമുക്ക് ചട്ടിയിൽ ഇപ്പോൾ മിക്സിയിൽ അടിച്ചെടുത്ത ആ ഒരു സംഭവം ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ ഒരു 1/4 ഭാഗമാണ് നമ്മളിപ്പോൾ, ഒരു 1/4 ഭാഗമാണ് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതിൻ്റെ മേലിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല, നമ്മൾ സവാളയൊക്കെ വാട്ടിയിട്ടുണ്ടാക്കിയ മസാലയില്ലേ, അത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അത് ഭയങ്കരമായിട്ടൊന്നും ഇട്ട് കൊടുക്കണ്ട, കൈകൊണ്ട് ഇങ്ങനെ വെതറിട്ട് കൊടുത്താൽ ചൂടുള്ളതുകൊണ്ടാണ് ഞാൻ ഈ സംഭവം കൊണ്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചൂടാറിയതിന് ശേഷം നിങ്ങൾ കൈകൊണ്ട് വെതറിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഒരു 6 മുട്ട നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഈ 6 മുട്ട പകുതി പീസാക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഈ മുട്ടയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ചിക്കനോ മട്ടനോ ബീഫോ എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ പേര് മാറുമെന്ന് മാത്രമേ ഉള്ളൂ. മുട്ടപ്പോള എന്നുള്ളത് ബീഫ് പോള അല്ലെങ്കിൽ ചിക്കൻ പോള എന്നുള്ള പേര് മാത്രം മാറുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ എഗ് പോള ആയതുകൊണ്ട് മുട്ടയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പുഴുങ്ങിയെടുത്ത മുട്ട 2 പീസാക്കി
ഇതുപോലെ നമ്മൾ ഇതിലെങ്ങനെ ഫില്ല് ചെയ്യാൻ പറ്റുമോ അത്രയധികം നമ്മൾ വെച്ച് കൊടുക്കാം കേട്ടോ. തീ ഭയങ്കര കുറവിലിട്ടിട്ട് വേണം ഈ സംഭവം ചെയ്യാനായിട്ടോ. സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ, നമ്മളുടെ ഗ്യാസ് സ്റ്റൗ സിമ്മിലിട്ടിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട് കേട്ടോ. ഇനി ബാക്കിയുള്ള 1/4 ഭാഗം ആ മാവും കൂടി, നമ്മൾ അരച്ച് വെച്ച മാവും കൂടി ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അതും കൂടി ഒഴിച്ചു കൊടുത്ത് എല്ലാതും കറക്റ്റ് ഫില്ലാക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ മേലെ നേരത്തെ വെച്ച മസാലയും കൂടി വെതറിട്ട് കൊടുക്കാം, കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തക്കാളി കട്ട് ചെയ്തിട്ട് ഇതുപോലെ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. തക്കാളി വേണമെങ്കിൽ നമ്മൾ ആ മാവ് ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നായിട്ട് വേണമെങ്കിൽ നമുക്ക് വെക്കാം കേട്ടോ. എനിക്ക് തക്കാളി വലിയ ഇഷ്ടമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അത് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തത്. അപ്പോൾ എടുത്ത് കളയാനെങ്കിൽ കളയാലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മളിത് വളരെ കുറഞ്ഞ തീയിൽ വേവിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഇതൊരു 15 മിനിറ്റോളം കുറഞ്ഞ തീയിൽ ഞാൻ വേവിച്ചെടുത്തിട്ട് ഇപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് നമ്മളിങ്ങനെ സേഫായിട്ട് മറിച്ചിട്ടേക്കാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ മുട്ടപ്പോള. ഇത് നമുക്ക് ഇതുപോലെ പീസാക്കി കട്ട് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. സ്നാക്സായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, ഗസ്റ്റ് വരുമ്പോൾ കൊടുക്കാം. അതുപോലെ നമുക്ക് വീട്ടിൽ ചുമ്മാ ഇരിക്കുമ്പോൾ ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യാം. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഇനിയും ഇതുപോലെ നല്ല നല്ല ഡിഷസുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത്. കമൻസൊക്കെ ഇടാം കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ.